everybody, welcome to One Team School Future's favorite tuition hub. Yes, നമ്മൾ ഇന്ന് അക്കൗണ്ടൻസിയുടെ ചാപ്റ്റർ 1 തുടങ്ങാൻ പോവുകയാണ്, which is Accounting for Partnership Firm Fundamentals. Okay, so നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, which is നമുക്ക് അക്കൗണ്ടൻസിയിൽ 3 പാർട്ടാണ് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ 3 ടെക്സ്റ്റ് ബുക്സ് ആയിട്ട് 3 വോള്യൂംസ് ആയിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ആദ്യം എന്ന് പറയുന്നത് യെസ് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ്, അക്കൗണ്ടിങ് ഫോർ കമ്പനീസ്, ആൻഡ് നെക്സ്റ്റ് ഇസ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഇങ്ങനെ 3 പാർട്ടാണ് പഠിക്കാനായിട്ടുള്ളത്. അതിൽ അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് 36 മാർക്സിനായിരിക്കും നമുക്ക് ചോദിക്കുന്നത്. ആൻഡ് അക്കൗണ്ടിങ് ഫോർ കമ്പനീസ് എന്ന് പറയുന്നത് 24 മാർക്സിനായിരിക്കും ചോദിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത് 20 മാർക്സിനായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അവെയർ ചെയ്ത് വെക്കുക ഈ ഒരു കാര്യം. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ക്ലാസ്സിലോട്ട് തുടങ്ങാം. ഓക്കെ, നമ്മൾ ക്ലാസ് 11ൽ നമ്മൾ കുറച്ച് ഫോംസ് ഓഫ് ബിസിനസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതുപോലെ തന്നെ HUF, പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി, ആൻഡ് അതുപോലെ തന്നെ വൺ ഓഫ് ദ ഫോംസ് ഓഫ് ബിസിനസ് ആയിരുന്നു പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടോ എന്തായിരുന്നു പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്? നമ്മൾ 2 or more പേഴ്സൺസ് ഒരു ബിസിനസ് ഓൺ ചെയ്യുകയും റൺ ചെയ്യുകയും ചെയ്യുവാണ്. അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അവർ തമ്മിൽ ഷെയർ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് പാർട്ട്ണർഷിപ്പ് ഫേം. ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് 11ൽ നമ്മൾ ചെയ്തിരുന്ന അക്കൗണ്ടൻസി പ്രോബ്ലംസ് എല്ലാം സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ബേസിസിലായിരുന്നു. അതായത് ഒരു ആൾ കാണും, എ എന്ന് പറയുന്ന ഒരാൾ കാണും, അദ്ദേഹം തന്നെയായിരിക്കും ഒരു ബിസിനസ് ഫേം ഓൺ ചെയ്യുന്നത്, ഒറ്റയ്ക്കായിരിക്കും റൺ ചെയ്യുന്നത്, റിസ്ക് ടേക്കിംഗ് ഒറ്റയ്ക്കായിരിക്കും, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഒറ്റയ്ക്കായിരിക്കും. പിന്നെ പ്രോഫിറ്റ് കിട്ടിയാൽ ആ പ്രോഫിറ്റും ഫുള്ളും ആ ഒരാൾക്ക് മാത്രം ആയിരിക്കും. എന്നാൽ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ കേസ് വരുവാണ് എന്നുണ്ടെങ്കിൽ 2 പേര് മിനിമം, എന്തായാലും 2 പേര് കാണുമല്ലോ, മിനിമം 2 പേരായിരിക്കും ഒരു ബിസിനസ് ഓൺ ചെയ്യുന്നത്. അവർ 2 പേരായിരിക്കും ചിലപ്പം റൺ ചെയ്യുന്നത്. റിസ്ക് ടേക്കിംഗ് ഇങ്ങനെ ഇവർ 2 പേരും തമ്മിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഇവർ 2 പേരും കൂടെ ചേർന്നായിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇതിൽ ഒരാൾക്ക് മാത്രം ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇവർ 2 പേരും ഈക്വലി എഫേർട്സ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് കിട്ടിയാൽ ഇവരുടെ ഒരു അഗ്രീഡ് ടേംസ് കാണും. ഇവർ ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവരുടെ ഒരു പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ അവർ അഗ്രി ചെയ്തിട്ടുണ്ടാവും. ആ റേഷ്യോ പ്രകാരമായിരിക്കും ഇവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. ഇതാണല്ലോ ഒരു ബേസിക് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്, മനസ്സിലാക്കിയിരിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന കാര്യം നമുക്ക് നോക്കാം. ഡെഫിനിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, ഇത് അക്കോർഡിംഗ് ടു പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, അതായത് പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ആക്ടിൽ പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് ആക്ടിൻ്റെ പേര്? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. ഈ ഒരു ഇയർ ഓർത്തു വെക്കുക. സെക്ഷൻ 4ലാണ് ഇതിൻ്റെ ഡെഫിനിഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? പാർട്ട്ണർഷിപ്പ് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് എന്ന് പറയുന്ന ആ പ്ലൂറൽ ഫോം വരുമ്പം തന്നെ നമുക്ക് മനസ്സിലായി ദാറ്റ് 2 or more പേഴ്സൺ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഹൂ ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്. നമ്മൾ ഇതിനകത്ത് വേറൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഡൗട്ട് വരാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ലോസ് ആണെന്നുണ്ടെങ്കിലോ എന്നുള്ളൊരു കാര്യം, നമ്മളെപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് പറഞ്ഞ് ശീലമായതുകൊണ്ട് ഇവിടെ നമുക്ക് ഷെയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ് വരാമായിരിക്കും. പക്ഷേ അത് നമ്മളിവിടെ എഴുതാൻ പാടില്ല. എഴുതിയാൽ അത് തെറ്റാണ്. കാരണം ലോസ് എന്ന് പറയുന്നത് ഡീംഡ് അല്ല. നമ്മൾ ബിസിനസ് തുടങ്ങുന്നത് തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ബിസിനസ് തുടങ്ങുന്നത് തന്നെ. ലോസ് ഉണ്ടാവും എന്നുള്ളൊരു ഉദ്ദേശത്തിലൂടെയാണോ നമ്മൾ തുടങ്ങുന്നത്? അപ്പോൾ അതുകൊണ്ട് ഇവിടെ ലോസ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യത്തില്ല. സോ ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഇങ്ങനെ 2 കേസസ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പം A, B and C ഒരു ബിസിനസ്
അവർ റൺ ചെയ്യുന്നുണ്ട്, പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് അവർ റൺ ചെയ്യുന്നുണ്ട് എന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യുക. ഇതിനകത്ത് 3 പേരും ഈക്വലി അവർ വർക്ക് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ്ലി ഡേ ടു ഡേ ബിസിനസ്സിൽ അവർ ഡേ ടു ഡേ അവിടെ കമ്പനിയിൽ പോയി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ക്യാരിഡ് ഓൺ ബൈ ഓൾ എന്ന് നമുക്ക് പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസ് എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എ എന്ന് പറയുന്ന ഒരു ആൾ മാത്രമായിരിക്കും കറൻ്റ്ലി ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ നാട്ടിലുണ്ടാവുന്ന ഒരേ ഒരു ആളായിരിക്കും. ബാക്കി ബി ആൻഡ് സി എന്ന് പറയുന്നത് ചിലപ്പം അവർ ക്യാപിറ്റൽ മാത്രമായിരിക്കും അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ടാവുക. ബാക്കി എല്ലാ കാര്യവും ഈ ബി ആൻഡ് സി ചിലപ്പം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും, വേറെ ഏതെങ്കിലും കൺട്രിയിലായിരിക്കും അവരുണ്ടാവുന്നത്, അവരുടെ ക്യാപിറ്റൽ മാത്രം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ബാക്കി എല്ലാ കാര്യങ്ങളും ബി ആൻഡ് സിക്ക് വേണ്ടി എ മാത്രമായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. സോ അവിടെ എന്ത് മീനിങ് ഉണ്ടായി? എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ, ഇവർ 3 പേർക്കും വേണ്ടി എ ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനെ 2 കേസസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ഒന്ന് വൃത്തിക്ക് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പാർട്ട്ണർഷിപ്പ് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ 2 persons who have agreed to share the profit of a business carried on by all ഇല്ലെങ്കിൽ any of them acting for all. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയേ? നെക്സ്റ്റ് ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത്, ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു 3 അക്കൗണ്ട്സ് ആണ്. ഒന്ന് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, 2 ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് 3 കറണ്ട് അക്കൗണ്ട്. ഇങ്ങനെ 3, ഇതിനിടയിൽ നമുക്ക് ഓരോ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പം വേറെയും കുറേ അക്കൗണ്ട്സ് ഒക്കെ വരും. പക്ഷേ ബേസിക് ആയിട്ട് ഇങ്ങനെ 3 അക്കൗണ്ട്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അക്കൗണ്ടാണ് വിച്ച് ഇസ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമ്മൾ P&L അക്കൗണ്ട് എന്താണ് എന്ന കാര്യം നമ്മൾ നല്ല അടിപൊളിയായിട്ട് ക്ലാസ് 11-ൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് P&L അക്കൗണ്ട് എന്ന് പറയുന്നത്? ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്ററിൻ്റെ ബേസിസിൽ മാത്രം നിങ്ങളിപ്പം നോക്കിയാൽ മതി. ഓക്കെ, സോൾ പ്രൊപ്രൈറ്ററിൻ്റെ ബേസിസിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ എന്തൊക്കെ ഇൻകംസ് ആണ് ഉണ്ടായത്, എന്തൊക്കെ എക്സ്പെൻസ് ആണ് ഉണ്ടായത്, ഇങ്ങനെ 2 കാറ്റഗറൈസ് ചെയ്തിട്ട്, അതായത് P&L അക്കൗണ്ട് ഇതിനകത്ത് ഡെബിറ്റ് ഉണ്ട് ആൻഡ് ക്രെഡിറ്റ് ഉണ്ട്. ഇതിനകത്ത് ബൈ എന്തായിരിക്കും? ഓൾ ഇൻകം ഒക്കെ ആയിരിക്കും നമ്മളിവിടെ എഴുതുന്നത്. അതായത് ഇപ്പം ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇതെല്ലാം ഇൻകം ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇൻകം എല്ലാം നമ്മളിവിടെ കാണിക്കും. ആൻഡ് നെക്സ്റ്റ് ഡെബിറ്റ് സൈഡിൽ ടു ഓൾ എക്സ്പെൻസസ്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് കാണും, സെല്ലിംഗ് എക്സ്പെൻസസ് കാണും, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് കാണും. ഇങ്ങനെ എല്ലാ എക്സ്പെൻസും, ഡിസ്കൗണ്ട് അലൗഡ്, ഇങ്ങനെ എല്ലാ എക്സ്പെൻസസും നമ്മൾ ഡെബിറ്റ് സൈഡിലായിരിക്കും കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഡിഫറൻസ് നോക്കും അല്ലേ. ഇനി ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻകം സൈഡിലാണ് നമുക്ക് കൂടുതൽ എന്നുണ്ടെങ്കിൽ, ഇൻകം സൈഡിലാണ് നമുക്ക് കൂടുതൽ കാണിക്കുന്നത് ആൻഡ് എക്സ്പെൻസ് നമുക്ക് കുറവാണ്. സേ നമുക്കൊരു ഫിഗർ വെച്ച് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഇൻകം സൈഡിൽ നമുക്ക് 20,000 ആണ് കൂട്ടിയപ്പം കിട്ടിയത്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്തപ്പം 20,000 ആണ് കിട്ടിയത്. ആൻഡ് എക്സ്പെൻസ് സൈഡിൽ നമുക്ക് സേ ഒരു 4,000 ആണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ, അതായത് ഇൻകം നമുക്ക് കൂടി നിൽക്കുകയും ആൻഡ് എക്സ്പെൻസ് കുറഞ്ഞും ഇരിക്കുന്നു. അപ്പം നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? നെറ്റ് പ്രോഫിറ്റ് എത്രയായിരിക്കും? 16,000 ആണ് നമ്മുടെ പ്രോഫിറ്റ്. ഇനി തിരിച്ചാണ് ചിലപ്പം നമുക്ക് എക്സ്പെൻസസ് ഒരു 20,000-ഉം എക്സ്പെൻസ് കൂടിയും ആൻഡ് നെക്സ്റ്റ് ഇൻകം കുറഞ്ഞും. നമുക്ക് ഒരു ഇൻകം ഇത്രയും എക്സ്പെൻസ് ചെയ്തിട്ട് നമുക്ക് 4,000 മാത്രമേ ഇൻകം ആയിട്ട് കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? നെറ്റ് ലോസ് ഇവിടെ കാണിക്കും. എത്ര? 16,000 നമുക്ക് ലോസ് ആയിട്ട് വന്നു. ഇങ്ങനെയല്ലേ നമ്മൾ കാണിക്കുന്നത്. ഇനി സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ബേസിസിൽ നമുക്ക് ഈ പറയുന്ന 16,000 നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത് ആ ഒറ്റ ഒരാൾ, എ എന്ന് പറയുന്ന ഒരു ആൾ മാത്രം ഫുള്ളും 16,000 നമുക്ക് വീട്ടിൽ എടുത്തുകൊണ്ട് പോവാം അല്ലേ, ആ എക്ക് വീട്ടിൽ എടുത്തുകൊണ്ട് പോവാം. എന്നാൽ പാർട്ട്ണർഷിപ്പിൻ്റെ കേസസിൽ വരുമ്പം നമുക്ക് അത് ഒറ്റ ഒരാൾക്ക് മാത്രം കൊടുത്താൽ മതിയോ? ഇല്ല, നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഈ പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ
അപ്രോപ്രിയേറ്റ് ചെയ്യണം എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പാർട്ട്ണർഷിപ്പിൽ ആദ്യം നമുക്ക് P&L അക്കൗണ്ട് വരയ്ക്കും. അക്കൗണ്ട് വരച്ചതിന് ശേഷം നമ്മൾ ഈ പ്രോഫിറ്റ് സൈഡ് നമ്മൾ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ ലോസ്. എന്താണോ വരുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അത് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ വരയ്ക്കുന്നതാണ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കും എന്ന് നമ്മൾ പറയും. അപ്പോൾ എന്താണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? ദിസ് ഇസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് നമുക്ക് പറയാം, അല്ലേ? ഇറ്റ് ഇസ് എൻ എക്സ്റ്റൻഷൻ. P&L കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എക്സ്റ്റെൻഡായി വരുന്ന ഒരു അക്കൗണ്ടാണ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതെന്തിനായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? ടു റെക്കോർഡ് പാർട്ട്നേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ്. പാർട്ട്നേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് റെക്കോർഡ് ചെയ്യും. അതായത് ഇപ്പോൾ പാർട്ട്ണറിന് എന്തെങ്കിലും ഒരു സാലറി കൊടുത്തിട്ടുണ്ട്, അതിലൊരു പാർട്ട്ണർ ഒരുപാട് നേരം കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സാലറി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു കമ്മീഷൻ, ഇപ്പം ഒരു പാർട്ട്ണറിന് കമ്മീഷൻ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ പാർട്ട്നേഴ്സ് തമ്മിൽ വരാറുണ്ട്. അതെല്ലാം നമ്മൾ എവിടെയായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്? P&L അപ്രോപ്രിയേഷനിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ടു ഷോ ഹൗ നെറ്റ് പ്രോഫിറ്റ് ഹാസ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് അമോങ് പാർട്ട്നേഴ്സ്. എവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്? യെസ്, ഇവിടെ P&L അക്കൗണ്ടിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടി. അതെങ്ങനെയാണ് നമ്മൾ എന്താണ് അമോങ് പാർട്ട്നേഴ്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കാനുള്ള ഒരു അക്കൗണ്ടാണ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരുന്നത് എന്ന് നമുക്ക് ആ ഒരു ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ പറയുന്ന ഈ സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എവിടെയായിരിക്കും കിട്ടുന്നത്? ഇതാണ്. ഇവിടെ നമുക്ക് 16,000 എന്ന് പറയുന്ന ഒരു നെറ്റ് പ്രോഫിറ്റ് കിട്ടിയില്ലേ? അതായിരിക്കും നമ്മൾ ഇവിടെ എഴുതുന്നത് 16,000. ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ അല്ലേ? അവിടെ നിന്ന് നമുക്ക് കണ്ടിന്യൂസ് ഇവിടെ അപ്രോപ്രിയേഷനിലോട്ട് എക്സ്റ്റെൻഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി അതേപോലെ നമുക്ക് ലോസ് ആണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ലോസ് നമുക്കിവിടെ എന്താണ്? യെസ്, നമുക്ക് എഴുതാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ആദ്യം ഈ ഡെബിറ്റ് സൈഡ് ഒന്ന് നോക്കാം. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എന്താ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം നമ്മൾ ക്ലാസ് 11 തന്നെ ഒരുപാട് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളായിരുന്നു എന്താ? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. എന്തായിരുന്നു? അതായത് ഒരു ഓണർ, ബിസിനസ്സിൻ്റെ ഓണറും അതുപോലെ തന്നെ ബിസിനസ്സും രണ്ടും രണ്ടായിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ബിസിനസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പം ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഓണർ രണ്ടാണ്, സെപ്പറേറ്റ് ആണ്. അതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഓണർ എ എന്ന് പറയുന്ന ഓണർ ഫോർ എക്സാമ്പിൾ ഒരു 10 lakh rupees, ഓക്കെ, യെസ്, 10 lakh rupees എന്ത് ചെയ്യുന്നിട്ടുണ്ട്? 10 lakh rupees ഇൻ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്? നമ്മുടെ കമ്പനിയിലാണ് അല്ലെങ്കിൽ ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ലേ? അപ്പം ബിസിനസ് തിരിച്ച് എ എന്ന് പറയുന്ന അവരുടെ ഓണറിന് എന്ത് കൊടുക്കണം? ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇൻട്രസ്റ്റ് തിരിച്ച് ആർക്ക് കിട്ടണം? നമ്മുടെ എ എന്ന് പറയുന്ന ഓണർക്ക് കൊടുക്കണം. അപ്പോൾ അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇപ്പം എ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യണം. ബി എത്രയാണോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പം അത് ഓക്കെ ആയി. നെക്സ്റ്റ്, പാർട്ട്നേഴ്സിന് എന്തെങ്കിലും സാലറി, ഇപ്പം എക്ക് സാലറി കൊടുക്കുന്നുണ്ട്, ബിക്ക് സാലറി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പാർട്ട്ണറിനും എത്രയാണോ സാലറി കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്ത് പോവുക. അതുപോലെ തന്നെ കമ്മീഷൻ, റിസർവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡെബിറ്റ് സൈഡിൽ കാണിക്കാവുന്നതാണ്. നമ്മൾ P&L അക്കൗണ്ടിൽ എങ്ങനെയായിരുന്നു? ഇവിടെ ഇൻകം, ഇവിടെ എക്സ്പെൻസ് തന്നെയല്ലേ? അതേപോലെ തന്നെയാണ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ. ഇവിടെ എല്ലാം ഇൻകമും ഇവിടെയൊക്കെ എക്സ്പെൻസും. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ് എന്ന് നമുക്ക് അറിയാം. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. എന്താ ഡ്രോയിങ്സ് എന്ന് വെച്ചാൽ ഇപ്പം എ എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് കുറച്ച് എമൗണ്ട്, ഒരു 50,000 പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്തിട്ടുണ്ട് അതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ബിസിനസ്സിൽ നിന്നാണല്ലോ ഈ 50,000 എടുത്തത്. അപ്പം തിരിച്ച് എ എന്ത് ബിസിനസ്സിന് കൊടുക്കണം? ഇൻട്രസ്റ്റ് പേ ചെയ്യണം. അതാണ് ഇവിടെ. അപ്പം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ആൻ ഇൻകം.
മനസ്സിലായോ? അപ്പോൾ അത് ഓരോ പാർട്ണറും എത്രയാണോ ഡ്രോ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് സെപ്പറേറ്റ് ഇതുപോലെ കാണിച്ച് ടോട്ടൽ ഇവിടെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇൻകം ഭാഗത്ത് ഇത്രയും മാത്രമായിരിക്കും വരുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രമായിരിക്കും വരുന്നത്. ആൻഡ് ഇത് നമ്മൾ ബാലൻസ് ചെയ്യുമ്പം ഒന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, ഇല്ലെങ്കിൽ ലോസ് കിട്ടും. പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും കാണിക്കുക? പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുക. ഓക്കെ, സേ ഒരു ഇപ്പം നമ്മളെല്ലാം കൂടെ ചെയ്തപ്പം സേ ഒരു 10,000 ആണ് നമുക്കിവിടെ ടോട്ടൽ വന്നത്, അല്ലെങ്കിൽ ടോട്ടൽ 10,000 പ്രോഫിറ്റ് ഒരു 8,000 ആണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ, 8,000 ആണ് എക്സാമ്പിളാണ്, 8,000 ആണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അനുസരിച്ച് ഈ പറയുന്ന 2 പാർട്ട്നേഴ്സിനും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതായിരിക്കും നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലായല്ലോ. അത് ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ അധികം നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മുടെ വൺ ടീം സ്കൂളിൽ പുതിയൊരു ബാച്ച് +2 കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടി CBSE സ്റ്റുഡൻസിന് വേണ്ടി നമ്മളൊരു പുതിയൊരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട്, വിച്ച് ഈസ് യുവ ബാച്ച്. ഓൺലൈൻ ആണെങ്കിലും ഉണ്ട്, അതുപോലെ തന്നെ ഓഫ്ലൈൻ വരുമ്പോഴത്തേക്ക് നമുക്ക് കൊച്ചി എടപ്പള്ളിയിലാണ് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ടാവുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പം ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി ഈ ഒരു ഫോൺ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആ ചാനൽ ആൻഡ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.